ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും ഇടമാണ് നവകേരളം, പ്രിയ കേരളം. നമസ്കാരം, പ്രിയ കേരളത്തിലേക്ക് സ്വാഗതം. അതിദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കൽ മുതൽ ഒരുപക്ഷെ ലോകം ശ്രദ്ധിക്കുന്ന ഭൗതിക സാഹചര്യ വികസനങ്ങളുടെ വലിയ മാറ്റങ്ങൾ ഉൾപ്പെടെ ഏറ്റവും അടിസ്ഥാന വർഗം മുതൽ ഏറ്റവും നല്ലതുപോലെ കേരളത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലേക്ക്, ജനകീയ പ്രവർത്തനങ്ങളിലേക്ക് കേരളത്തെ നയിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കേണ്ടി വരുന്ന റവന്യൂ വകുപ്പ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എന്നാൽ അപേക്ഷകരുടെ ബാഹുല്യം കൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സംവിധാനങ്ങളിലേക്ക് കൈമാറിയും റവന്യൂ വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാലത്തിലേക്ക് കടന്നു പോവുകയാണ്. വില്ലേജുകളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. പണ്ട് കണ്ണ് കാണാത്തവനും വില്ലേജ് ഓഫീസ് അകലെ നിന്ന് കണ്ടാൽ മനസ്സിലാകും. പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടം, അതിൻ്റെ തലയ്ക്ക് മീതെ ഇത്തിരി ടർപ്പോളിൻ, പിന്നെ മഞ്ഞ കളറിൽ കറുത്തക്ഷരം കൊണ്ട് എന്തെങ്കിലും രേഖപ്പെടുത്തിയ ഒരു സ്ഥലം കണ്ടാൽ അത് വില്ലേജ് ഓഫീസാണെന്ന് ഒറ്റയടിക്ക് മനസ്സിലാകാൻ വേറെ പ്രയാസം ഉണ്ടാകില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കവടിയാർ വില്ലേജ് ഓഫീസിൻ്റെ മുമ്പിലാണ്. കേരളത്തിൽ 525 വില്ലേജുകൾ ഇതുപോലെ സ്മാർട്ടായി കഴിഞ്ഞു. 184 വില്ലേജുകളിൽ ആ പ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണെന്ന് മാത്രമല്ല 2005, 2025, 26 വർഷമാകുമ്പോഴേക്കും 225 പുതിയ സ്മാർട്ട് വില്ലേജുകൾ കൂടി വരും. അതോടുകൂടി കേരളത്തിലെ എല്ലാ വില്ലേജുകളും പൂർണ്ണമായി കെട്ടിടം പൊളിച്ച് സ്മാർട്ട് ആക്കേണ്ട കെട്ടിടങ്ങൾ അങ്ങനെയും മെയിൻ്റനൻസിലൂടെ സ്മാർട്ടാക്കേണ്ട കെട്ടിടങ്ങൾ അങ്ങനെയും. അതാണ് റവന്യൂ വകുപ്പിൻ്റെ ലക്ഷ്യം. നിറത്തിൽ ഒരുപോലെ എന്ന് മാത്രമല്ല 1400ഓളം സ്ക്വയർ ഫീറ്റിൻ്റെ വലിപ്പത്തിലൂടെ എല്ലാ വിധത്തിലുള്ള ആധുനിക സൗകര്യങ്ങളോടും കൂടി വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാവുകയാണ്. അകത്തെ കമ്പ്യൂട്ടറുകൾ മാത്രമല്ല പുറത്തെ കെട്ടിടവും സ്മാർട്ടാകുന്ന വളരെ ശ്രദ്ധേയമായൊരു നടപടിയിലേക്ക് കേരളം പോവുകയാണ്. വില്ലേജ് ഓഫീസുകൾ ആധുനികവൽക്കരിക്കാനും ജനസൗഹൃദമാക്കാനും ലക്ഷ്യമിട്ടാണ് നമ്മുടെ സർക്കാർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഓഫീസുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുറമെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യവും കടലാസ് രഹിതവുമാക്കി ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്ന സർക്കാർ സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് ആക്കുക എന്ന ലക്ഷ്യവും പൂർത്തീകരിക്കുകയാണ്. വില്ലേജ് ഓഫീസുകൾക്ക് ഏകീകൃത രൂപവും പ്ലാനും കളർ കോഡും എംബ്ലവും നൽകിയതിനൊപ്പം ആധുനിക കാലത്തിന്റെ ആവശ്യകത നിറവേറ്റുന്നതിനുള്ള സൗകര്യങ്ങളും സജ്ജമാക്കുകയാണ്. ഫ്രണ്ട് ഓഫീസ്, കാത്തിരിപ്പ് കേന്ദ്രം, ശുചിമുറി, റെക്കോർഡ് റൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ ഓഫീസുകൾ സർക്കാർ ഓഫീസുകളുടെ 8.5 വർഷത്തെ മുഖംമാറ്റത്തിന്റെ പ്രതീകം കൂടിയാണ്. പണ്ടത്തെ വില്ലേജ് ഓഫീസർ പോലെയല്ല, ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ എല്ലാ സൗകര്യങ്ങളുണ്ട്. കാത്തിരിക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടമില്ല. ഇവിടെ ഓൺലൈൻ ആയതുകൊണ്ടും ഇവിടെ തിരക്ക് കുറവാണ്. വരുന്ന ഉടൻ തന്നെ എല്ലാം റെഡിയാക്കി തരുന്നുണ്ട്. ശുചിമുറിയുണ്ട്. നമുക്ക് വന്നാൽ റെസ്റ്റ് എടുക്കാൻ, വന്നാൽ തിരക്കാണെങ്കിൽ പോലും അവിടെ വന്ന് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന ഒരു സ്മാർട്ടായിട്ട് തന്നെ ഉള്ള വില്ലേജ് ഓഫീസായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും നമ്മളെ വന്നിരുന്നാലും ഉടനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്.
സംസ്ഥാനത്താകെ ഇതിനകം 525 വില്ലേജ് ഓഫീസുകളിലാണ് സർക്കാർ സ്മാർട്ട് സൗകര്യങ്ങൾ ഒരുക്കിയത്. 184 വില്ലേജുകൾ സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 106 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ടാക്കുന്നതിനായി 47.7 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയ സർക്കാർ 2026ഓടെ പദ്ധതി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നതിനാണ് പരിശ്രമിക്കുന്നത്. പഴയ വില്ലേജിനെക്കാട്ടി ഇപ്പോഴത്തെ വില്ലേജ് സ്മാർട്ട് വില്ലേജ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കാത്തിരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തു തരും. നമുക്ക് ഇപ്പോൾ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ടോയ്ലറ്റ് ഉണ്ട്, നമുക്ക് ഇരുന്ന് വായിക്കാനാണെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇപ്പം നിലവിലുണ്ട്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഓഫീസുകളിലെ സൗകര്യക്കുറവ് പരിഹരിക്കുന്നതിനും സേവനങ്ങൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുമാണ് എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ആശയം മുൻനിർത്തി സർക്കാർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. അതിലൂടെ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളും സുതാര്യമായ സേവനങ്ങളും കൂടിയാണ് നമ്മുടെ സർക്കാർ ഉറപ്പുവരുത്തുന്നത്. പ്രിയ കേരളം, കേരളത്തിൽ ഇപ്പോൾ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈനായി. വില്ലേജുകളിൽ നിന്ന് നമുക്ക് വിതരണം ചെയ്യുന്ന 21 സർട്ടിഫിക്കറ്റുകളിൽ 20 ഓൺലൈനായി അപേക്ഷ കൊടുക്കാനും മറുപടി കൊടുക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേകത നമുക്കുണ്ടായി. നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മളിപ്പോൾ പരസ്പരം കാണുന്ന ഈ ഘട്ടത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷം, ഓൺലൈനിലൂടെ റവന്യൂ സർട്ടിഫിക്കറ്റുകൾ വിതരണം തുടങ്ങിയ ഒരു ചെറിയ കാലയളവിൽ ഇന്നത്തോടുകൂടി 10 കോടി അപേക്ഷകൾ പൂർത്തീകരിക്കുകയാണ്. അതായത് ഓൺലൈൻ സൗകര്യം വില്ലേജ് ഓഫീസുകളിലും റവന്യൂ വകുപ്പുകളിലും ലഭ്യമായി കുറഞ്ഞ കാലം കൊണ്ട് 10 കോടി സർട്ടിഫിക്കറ്റുകളാണ് കേരളത്തിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഓൺലൈനായി വിതരണം ചെയ്തിട്ടുള്ളത്. ഇന്റർനെറ്റ് പൗരന്റെ അവകാശമായി പ്രഖ്യാപിച്ച കേരളത്തിൽ പൊതുജനങ്ങൾക്ക് ഓരോ സേവനവും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുകയാണ് റവന്യൂ വകുപ്പ്. വകുപ്പ് മുഖേന നൽകി വരുന്ന സാക്ഷ്യപത്രങ്ങൾക്ക് പുറമെ വകുപ്പിലേക്ക് സ്വീകരിക്കപ്പെടുന്ന എല്ലാ പേയ്മെന്റുകളും ഡിജിറ്റലായി കഴിഞ്ഞു. ആവശ്യമായ സാക്ഷ്യപത്രങ്ങൾക്കായി ലോകത്തെവിടെ നിന്നും ഓൺലൈനായി അപേക്ഷിക്കാനും അവ സ്വന്തമാക്കാനും സാധിക്കുമെന്നതാണ് മേന്മ. സ്മാർട്ട് ഫോൺ സാധാരണമായ ഇക്കാലത്ത് ഫോണിലൂടെയോ ജനസേവന കേന്ദ്രങ്ങൾ മുഖേനയോ സർട്ടിഫിക്കറ്റുകൾക്കായി അപേക്ഷിക്കാമെന്നതിലൂടെ അപേക്ഷകന് പ്രായോഗിക ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാകുകയാണ്. ഓഫീസുകൾ കയറിയിറങ്ങിയുള്ള കാലതാമസം ഒഴിവാകുന്നതിനൊപ്പം അഴിമതിരഹിതമായ സേവനങ്ങൾ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുക കൂടിയാണ് നമ്മുടെ സർക്കാർ. ഇക്കാര്യത്തിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതലായി ഒരു അപേക്ഷ നമ്മുടെ മുമ്പിൽ വന്നു. ഈ അപേക്ഷ കൊടുത്തയാളുടെ പേര് മുതൽ എന്നാണ് ഇതിൻ്റെ അപേക്ഷ കൊടുത്തത്, ഏത് മിനിറ്റിലാണ് ഓരോ ഓഫീസും കണ്ടത്, എത്ര നാൾ ഈ ഓഫീസിൽ വൈകലുണ്ടായിട്ടുണ്ട്, ഇത്തരം വിവരങ്ങളെല്ലാം നമുക്ക് മന്ത്രി മുതൽ എല്ലാവരുടെയും ലോഗിനിൽ, അതായത് മന്ത്രി, ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർക്ക് ഒഫീഷ്യലായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേകത റിലീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട്. വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള ഫയൽ നീക്കം മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധം പൂർണ്ണമായും ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് റവന്യൂ വകുപ്പ് മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ 1666 വില്ലേജുകളിലെയും പ്രവർത്തനം ഓൺലൈനായി തന്നെ സർക്കാർ തലത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനമൊരുക്കിയാണ് വകുപ്പിന്റെ പ്രവർത്തനം. ird.kerala.gov.in പോർട്ടലിലെ മിത്രം എന്ന ലിങ്ക് വഴി വകുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികൾ റവന്യൂ മന്ത്രിക്ക് നൽകാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. e-district.kerala.gov.in വെബ്സൈറ്റ് വഴി കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങി വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായി ഓൺലൈനായി അപേക്ഷിക്കാം. revenue.kerala.gov.in വെബ്സൈറ്റിൽ ഓൺലൈനായി ഭൂനികുതി, കെട്ടിട നികുതി, അധിക നികുതി, തരംമാറ്റ ഫീസ് തുടങ്ങിയവ അടയ്ക്കുന്നതടക്കം ഭൂസംബന്ധമായ വിവിധ സേവനങ്ങൾ വിദേശ രാജ്യങ്ങളിലുള്ളവർക്കടക്കം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതടക്കം 12 സേവനങ്ങളാണ് ഏറ്റവും ഒടുവിൽ റവന്യൂ വകുപ്പ് ഓൺലൈനാക്കിയത്. www.revenue.kerala.gov.in പോർട്ടലിൽ
ഏതു ഭൂമിയും തിരയാനുള്ള സൗകര്യം, KBT അപ്പീൽ ഓൺലൈൻ സംവിധാനം, റവന്യൂ റിക്കവറി ഡിജിറ്റൽ പേയ്മെന്റ്, ബിസിനസ് യൂസർ പാൻ ഉപയോഗിച്ചുള്ള ലോഗിൻ സംവിധാനം, റവന്യൂ സർവീസ് മൊബൈൽ ആപ്പ്, ലാൻഡ് അക്വിസിഷൻ മാനേജ്മെന്റ് സിസ്റ്റമായ lambs.revenue.kerala.gov.in, വില്ലേജ് ഡാഷ്ബോർഡ്, വോമിസ് തുടങ്ങിയവയാണ് പുതുതായി നടപ്പാക്കിയ ഈ സേവനങ്ങൾ. ഇതെല്ലാം നമ്മൾ ഒറ്റ കുടക്കീഴിൽ കിട്ടുന്ന പോലെ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടുന്നുണ്ട്. അത് വലിയൊരു ഉപകാരമാണ്. പണ്ട് നമ്മൾ പോയിട്ടുള്ളപ്പോൾ ഒത്തിരിയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അപേക്ഷിച്ച പിറ്റേന്ന് തന്നെ നമ്മുടെ അതിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു. നമുക്കിപ്പം പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. പണ്ടതല്ല, നേരെ ഇവിടെ വന്ന് ആവേശം കൊടുത്തു. അപ്പോൾ അത്രയും സമയം ലാഗ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്ക് ഇന്ന് കൊടുത്താൽ ഇത്ര ദിവസമുണ്ട്, 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിക്കുന്നു. സംസ്ഥാനത്ത് എല്ലാത്തരം ഭൂമി ഏറ്റെടുക്കൽ നടപടികളും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായി വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. അങ്ങനെ ഭരണനിർവഹണത്തിന്റെ അടിസ്ഥാന കേന്ദ്രങ്ങളിലൊന്നായ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങളെല്ലാം അതിവേഗം ഓൺലൈനിൽ ലഭ്യമാക്കി സമ്പൂർണ്ണ ഗവേണൻസ് സാധ്യമാക്കുകയാണ് നമ്മുടെ സർക്കാർ. പ്രിയ കേരള. കടകംപള്ളി വില്ലേജിലെ സോജി അജിത്തിൻ്റെ ഭൂമിയാണ്. റവന്യൂ സർവേ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിപ്പോൾ ഇവിടെ സർവേ ചെയ്തെടുത്തു കഴിഞ്ഞു. 10 സെൻറ്റ് ഭൂമി ഏറ്റവും വേഗതയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സർവേ ചെയ്തെടുക്കുന്നു എന്ന് മാത്രമല്ല, സർവേയുടെ ഏറ്റവും കൃത്യതയോട് കൂടിയിട്ടുള്ള ഏക്കുറസിയോട് കൂടിയിട്ടുള്ള അടയാളപ്പെടുത്തൽ നടത്താൻ കഴിഞ്ഞ ഒരു സംഭവത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചത്. ഇത് ആദ്യത്തെ വില്ലേജല്ല. കേരളത്തിലെ ഡിജിറ്റൽ സർവേ ആരംഭിച്ച് 18 മാസക്കാലം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇതുപോലെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി 235 വില്ലേജുകൾ ഇതിനകം അളന്നു തിട്ടപ്പെടുത്തി 9-2 പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ലോകത്തിനും ഇന്ത്യക്കും അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് കേരളം ഇന്ത്യയുടെ മുമ്പേ നടക്കുകയാണ്, ലോകത്തിനോടൊപ്പം നടക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര വേഗത്തിൽ, കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര വേഗത്തിൽ അളക്കാൻ കഴിഞ്ഞ ഒരു സംവിധാനവും നേരത്തെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സർവേ ഡിപ്പാർട്ട്മെൻറ്റുകളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കൊരു അത്ഭുതവുമില്ല. കാരണം ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവേ ജീവനക്കാർ കണ്ടിന്യൂവസ്ലി ഓപ്പറേറ്റിംഗ് റെഫറൻസ് സ്റ്റേഷൻ്റെ 28 കോർ സ്റ്റേഷനുകളുടെ കീഴിൽ അത്യാധുനിക ഉപകരണങ്ങളോടെ അവരുടെ ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ള, സമർപ്പിതമായിട്ടുള്ള, ആത്മാർത്ഥമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ വളരെ വേഗം നമുക്ക് മുന്നോട്ട് പോകാൻ ആകുന്നുണ്ട്. ഇത് കേരളം ഒരു പുതിയ ചരിത്രം എഴുതുന്ന അഭിമാനകരമായ മുഹൂർത്തമാണ്. ഡിജിറ്റൽ റീസർവേയിലൂടെ ആർക്കും പിഴുതുമാറ്റാനാവാത്ത, അതിർത്തി തർക്കങ്ങൾക്കിടവരുത്താത്ത ഡിജിറ്റൽ വേലികൾ തീർക്കുകയാണ് റവന്യൂ വകുപ്പ്. ഭൂരേഖകൾ സമ്പൂർണമായും ഡിജിറ്റലാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. ഐക്യകേരളത്തിൽ 1966 റീസർവേ നടപടികൾ ആരംഭിച്ചെങ്കിലും 5.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും 911 വില്ലേജുകളിൽ മാത്രമാണ് റീസർവേ നടപടികൾ പൂർത്തിയാക്കാനായത്. ഇതിൽ തന്നെ 89 വില്ലേജുകൾ മാത്രമാണ് ഡിജിറ്റലായി സർവേ നടത്തിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് എല്ലാ വില്ലേജുകളിലും ഡിജിറ്റൽ റീസർവേ നടപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 858.42 കോടി രൂപയുടെ ബൃഹത് പദ്ധതി സംസ്ഥാനം തയ്യാറാക്കിയത്. എന്റെ ഭൂമി ഡിജിറ്റൽ ലാൻഡ് സർവേ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 200 വില്ലേജുകളെയും, രണ്ടാം ഘട്ടത്തിൽ 239 വില്ലേജുകളെയും, മൂന്നാം ഘട്ടത്തിൽ 200 വില്ലേജുകളെയുമാണ് ഉൾപ്പെടുത്തിയത്. 2022 നവംബർ 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി തുടക്കമിട്ട പദ്ധതി പ്രകാരം ഇതിനോടകം 235 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായി കഴിഞ്ഞു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വസ്തുക്കളുടെ കുറ്റമറ്റ റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിനാണ് ഡിജിറ്റൽ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡിജിറ്റൽ സർവേ വന്നു കഴിഞ്ഞാൽ, ഡിജിറ്റൽ സർവേ 13 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ എല്ലാ ഭൂമികളും ഡിജിറ്റലാകും, എല്ലാ രേഖകളും ഡിജിറ്റലാകും.
ഒപ്പം ഒരു തർക്കമില്ലാത്ത ഒരു ഭൂമി നമുക്ക് രേഖകളിൽ ആക്കാൻ കഴിയും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിസ്തീർണ വ്യത്യാസങ്ങൾ, പേരുമാറ്റങ്ങൾ തുടങ്ങി അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയ എല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരമാണ് ഡിജിറ്റൽ സർവേ. കുറ്റമറ്റ രീതിയിൽ സുതാര്യമായി മുന്നോട്ടു പോകുന്ന ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയായി കഴിഞ്ഞു. നിരവധി സംസ്ഥാനങ്ങൾ ഡിജിറ്റൽ സർവേ നടപടികളുടെ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി കേരളത്തെ സമീപിച്ചത് ഇതിന് തെളിവാണ്. കേരളത്തിലെ ഡിജിറ്റൽ റീസർവേയെപ്പറ്റി പഠിക്കാനും അത് തങ്ങളുടെ സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കാനും താൽപ്പര്യമറിയിച്ച് ഇതിനോടകം അസം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒഡീഷ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും മുന്നോട്ട് വന്നു. ഇവിടങ്ങളിൽ നിന്നുള്ള സർവേ ഉദ്യോഗസ്ഥരുടെ സംഘങ്ങൾ ഇതിനായി കേരളം സന്ദർശിച്ചു. പുതുച്ചേരിയിൽ നിന്നെത്തിയ സംഘം കേരളത്തിൽ 1 മാസം നീളുന്ന പരിശീലന പരിപാടിയിലും പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ സർവേ രീതികൾ സ്വായത്തമാക്കിയത്. For the past 50 years, we have not done any resurvey operation in Puducherry, sir. And many of the states even not willing to take up the survey operation or resurvey operation due to the legal dispute or many other issues. So Kerala, with the able leadership of our Honorable Minister, take up this initiative. Now it is a set up the model for the entire India. So now all the states are following the footstep of the Kerala. So in this manner, so this is the very pioneer initiative. So this kind of very pioneer initiative, now we are able to get the support from the Kerala, is a very good opportunity for us. So very frank to say, many of the survey officials, even we have not ever seen the rovers, and they have not known about the robotic ETS and all. So this is the very great opportunity for our surveyors to learn these modern survey technologies which are going to offered by the government of Kerala. കോട്സ് സാങ്കേതിക വിദ്യ വഴി RTK റോവർ, റോബോട്ടിക് ETS, റഗ്ഡ് ടാബ്ലറ്റ് PCകൾ എന്നിവ ഉപയോഗിച്ച് ഭൂമിയുടെ ഓരോ അതിർത്തിയും വളരെ കൃത്യതയോടെയാണ് നിർണ്ണയിക്കുന്നത്. ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകളെ അടിസ്ഥാനമാക്കിയാണ് കോട്സ് നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത്. ഡിജിറ്റൽ റീസർവേ നടക്കുന്നതിനിടയിൽ സർവേ ആസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുള്ള കോർസ് കൺട്രോൾ റൂമാണിത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ മുഴുവൻ സമയ നിരീക്ഷണത്തിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 1500 RTK റോവറും 200 റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനുകൾ. 1700 മെഷീനുകളും എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നും ആ മെഷീനുകളുടെ ഉപയോഗം എങ്ങനെ നടക്കുന്നുവെന്നും ഈ പോയിന്റിൽ നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ ഓരോ സ്ഥലവും മനസ്സിലാകും. ബിപിനല്ലേ? ഞാൻ റവന്യൂ മിനിസ്റ്ററാണ്, രാജനാണ്. ആയിക്കോട്ടെ, ഫീൽഡിൽ കാണാനുണ്ടല്ലോ. നിങ്ങൾ ഫീൽഡിൽ കാണാനുണ്ട്. അപ്പോൾ വിളിച്ചാ ഞാൻ കാണുന്നുണ്ട്. കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് ഞാനും സാംബശിവറാവും കൂടി കാണുന്നുണ്ട്. ഫസ്റ്റ് ഗ്രേഡ് സൂപ്പർവൈസറായി സർവേയറായിട്ടുള്ള ബിപിൻ ആലപ്പുഴയിൽ എവിടെയോ നിന്ന് ഇപ്പോഴും പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. പണി തുടരട്ടെ, നന്നായി പോട്ടെ. പുറമ്പോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. പൂർണ്ണമായ തോതിൽ ആരംഭിച്ച് 1.5 വർഷത്തിനുള്ളിൽ 41.5 ലക്ഷം ലാൻഡ് പാഴ്സലുകളിലായി 5.58 ലക്ഷം ഹെക്ടർ ഭൂമി ഡിജിറ്റലായി അളക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. ഭൂ ഉടമയുടെ സാന്നിധ്യത്തിൽ തന്നെ സർവേ നടത്തി ഫീൽഡിൽ വെച്ച് തന്നെ മാപ്പുകൾ തയ്യാറാക്കുന്ന വിധത്തിൽ പൂർണ്ണമായും സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായാണ് ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്നത്. കൃത്യമായ ബോധവൽക്കരണ പരിപാടികൾ, SMS അറിയിപ്പുകൾ, സർവേ ജാഗ്രതാ സമിതി, സർവേ സഭകൾ, വിവിധ തട്ടിലുള്ള ഗുണനിലവാര പരിശോധനാ സംവിധാനങ്ങൾ എന്നിവയിലൂടെയാണ് ജനങ്ങളുടെ സംശയം ദൂരീകരിച്ച് പരാതിരഹിത സർവേ റെക്കോർഡുകൾ തയ്യാറാക്കിയത്. നമുക്ക് ഇപ്പോൾ വസ്തു നിലവിൽ നമുക്ക് എത്ര സെൻറ്റ് വസ്തു ഉണ്ടെന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ വസ്തു ഇപ്പോൾ ആർക്കെങ്കിലും കൈമാറുകയാണെങ്കിൽ, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് കൈമാറുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഒരു ഇതില്ലാതെ നമുക്ക് വേറൊരു പ്രോബ്ലം ഇല്ലാതെ വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേറെ ആരുടെയും വസ്തു പെട്ടെന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ വഴി ഓൺലൈൻ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം. ഡിജിറ്റൽ സർവേ നടപടികൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എൻ്റെ ഭൂമി പോർട്ടലും പ്രവർത്തിക്കുന്നു. അപാകതകളുണ്ടെങ്കിൽ പോർട്ടൽ മുഖേന അറിയിക്കാനും സംവിധാനമുണ്ട്. ഇത്തരത്തിൽ ഡിജിറ്റൽ ഭൂ സർവേ മാപ്പും സമഗ്ര ഭൂരേഖ മാനേജ്മെന്റ് പോർട്ടലും ഒരുക്കി കേരളം ബഹുദൂരം മുന്നിൽ നടക്കുകയാണ്. ഭൂമി സംബന്ധിച്ച തർക്കങ്ങളില്ലാത്ത നാടായി
കേരളത്തെ മാറ്റുകയാണ് നമ്മുടെ സർക്കാർ. പ്രിയ കേരള. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് ഈ ഗവൺമെൻറ്റിൽ റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതിലെല്ലാവർക്കും ഭൂമി എന്നത് നാം ചെന്ന് നിൽക്കുന്നത് പട്ടയത്തിലേക്കാണ്. കേരളത്തിൽ ഭൂമിയില്ലാത്ത മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കുക എന്ന ശ്രദ്ധേയമായ നടപടികളുടെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു പട്ടയ മിഷൻ രൂപീകരിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ MLAയുടെ സാന്നിധ്യത്തിൽ തങ്ങൾക്ക് ചുറ്റും ഇനിയും പട്ടയമില്ലാത്തതാര് എന്ന് രേഖപ്പെടുത്താൻ കഴിയുന്ന ശ്രദ്ധേയമായ പട്ടയ മിഷൻ. അതിലേക്ക് തന്നെ വില്ലേജ് തല ജനകീയ സമിതികളിലൂടെ ജനപ്രതിനിധികൾക്ക് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്കും പട്ടയമില്ലാത്തവരുടെ പേരുകൾ പറയാനുള്ള അവസരം. ഇത് ഒരു പട്ടയ ഡാഷ്ബോർഡിലേക്ക് കൊണ്ടുവന്ന് ആ പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിക്കുക എന്ന ശ്രദ്ധേയമായ ലക്ഷ്യമാണ് കേരളത്തിലെ ഗവൺമെൻറ് പട്ടയ മിഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ 3.5 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ ഗവൺമെൻറ് വിതരണം ചെയ്തു. 1,80,000 പട്ടയങ്ങൾ 3 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല 2025-26 പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 1.5 ലക്ഷത്തോളം പട്ടയങ്ങൾ കൂടി കൊടുക്കാൻ റവന്യൂ വകുപ്പ് ലക്ഷ്യം വയ്ക്കുകയാണ്. ഓരോ മലയാളിക്കും മണ്ണിന്റെ അവകാശം ഉറപ്പിക്കുകയെന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ് നമ്മുടെ സർക്കാർ നടത്തുന്ന ഓരോ പട്ടയമേളയും. കഴിഞ്ഞ 8 വർഷം കൊണ്ട് 3,57,898 പട്ടയങ്ങളാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത്. അതിൽ 3.5 വർഷത്തിനിടയിൽ 4 പട്ടയമേളകളിലായി 1,80,887 പട്ടയങ്ങളുടെ വിതരണം പൂർത്തിയാക്കി. ഭൂപതിവ് നിയമത്തിലെ ചട്ടങ്ങളുടെ സാധ്യതകൾ പരിശോധിച്ചും ഭേദഗതികൾ ആവശ്യമെങ്കിൽ സാധ്യമാക്കാൻ പട്ടയ മിഷൻ രൂപീകരിച്ചുമാണ് സർക്കാർ അർഹരായവർക്ക് പട്ടയം നൽകി വരുന്നത്. ജനപ്രതിനിധികളുടെ അധ്യക്ഷതയിൽ പട്ടയ അസംബ്ലികൾ ചേർന്ന് ഗുണഭോക്താക്കളെ കണ്ടെത്തിയും പ്രശ്നപരിഹാരത്തിന് തഹസീൽദാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയുമാണ് സർക്കാർ പട്ടയ മിഷനിലൂടെ ഭൂരഹിതർക്ക് ഭൂമിയുടെ അവകാശം നൽകുന്നത്. ഞങ്ങള് ഈ പട്ടയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 82 കാലഘട്ടം മുതൽ ഞങ്ങൾ നടക്കുക. എന്തായാലും ശരി, ഈ സർക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ പട്ടയം കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പെരയ്ക്ക് ഇപ്പോൾ ലോണ് കിട്ടി. അതുപോലെ പല പല കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു. പട്ടയത്തിന് വേണ്ടി ഒരുപാട് ആൾ ഓടി നടന്നു. പട്ടയം കിട്ടാതെ നമ്മൾ പുറമ്പോക്കിലാണ് താമസിച്ചിട്ട് വന്നു. എടുക്കും അത് പട്ടയം ഇല്ലാത്തതുകൊണ്ട് എടുക്കും നമ്മൾ അത് നേരത്തെ ഇരുന്ന സ്ഥലത്ത് തരുവിലേക്ക് പറഞ്ഞു. ഇവിടെ രണ്ടാമതാണ് പഞ്ചായത്ത് മുഖാന്തരം ഓടി നടന്ന് ലാസ്റ്റിൽ വില്ലേജിലും താലൂക്കിലൊക്കെ പോയാണ് അവരൊക്കെ ഒന്ന് നോക്കി സ്ഥലം ഒന്ന് നോക്കിയിട്ട് അവർ 2019 ശരിയായിരുന്നു. മലയോര ആദിവാസി മേഖലകളിലെ പട്ടയ വിതരണത്തിനാണ് പട്ടയ മിഷനിലൂടെ സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകി വരുന്നത്. വില്ലേജ് തലം മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗം മുതൽ നിയമസഭാ സാമാജികർ വരെയുള്ള ജനപ്രതിനിധികളും ഉൾപ്പെടുന്നതാണ് പട്ടയ മിഷന്റെ ഘടന. ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന പട്ടയ അസംബ്ലികൾ മുതൽ റവന്യൂ മന്ത്രി പങ്കെടുക്കുന്ന ഓൺലൈൻ പട്ടയ അദാലത്തുകൾ വരെ നടത്തിയാണ് സർക്കാർ ഈ പ്രക്രിയയുടെ പൂർത്തീകരണം സാധ്യമാക്കുന്നത്. ഭൂവിതരണത്തിലെ തടസ്സങ്ങൾ കണ്ടെത്തുന്നതിനും വില്ലേജുകളിലെ ഭൂരഹിതരുടെ എണ്ണം, ഭൂമിയുടെ ലഭ്യത എന്നിവ കണ്ടെത്തി രേഖപ്പെടുത്തുന്നതിനും ഡാഷ്ബോർഡ്, കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, വിവിധ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി കൂടിയാലോചനകളിലൂടെ ഭൂരഹിതർക്ക് ലഭ്യമാക്കാനുള്ള പ്രത്യേക സംവിധാനം എന്നിവയെല്ലാം രൂപവൽക്കരിച്ചാണ് ഭൂരഹിതർക്കുള്ള ഭൂമി വിതരണം സർക്കാർ സാധ്യമാക്കുന്നത്. ഒരു തുണ്ട് ഭൂമിയുടെ ഉടമസ്ഥതയ്ക്കായും സ്വന്തം ഭൂമിയെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും വർഷങ്ങളോളം വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയ അശരണർക്കാണ് ഇതിലൂടെ സർക്കാർ തണലൊരുക്കുന്നത്. നമ്മുടെ കാരോട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പട്ടയം ലഭിക്കാത്ത ആളുകൾക്ക് പട്ടയം അദാലത്തിലൂടെ പട്ടയം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നിരവധി ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് അവർക്ക് അന്തി ഉറങ്ങുവാൻ ഒരു സ്ഥലമില്ലാത്ത ഒരവസ്ഥയിലുള്ളവരായിരുന്നു. അവരെ പരമാവധി അവർക്ക് സഹായം കിട്ടി. 4 വർഷത്തിന് മുമ്പേ നമ്മൾ പട്ടയത്തിന് വേണ്ടി ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങനെ ഓടി ഞങ്ങൾക്ക് ഇപ്പം ശരിയായി കിട്ടി. അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ പട്ടയ വിതരണത്തിനൊപ്പം ഈ പട്ടയങ്ങൾ അവതരിപ്പിച്ചും അവയുടെ വിശദ വിവരങ്ങൾ സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ സംരക്ഷിച്ചും ഈ രംഗത്ത് ആധുനികവൽക്കരണം നടപ്പിലാക്കുന്ന സർക്കാർ QR കോഡും ഡിജിറ്റൽ സിഗ്നേച്ചറുമുള്ള പട്ടയങ്ങളാണ് പട്ടയമേളകളിലൂടെ വിതരണം ചെയ്യുന്നത്.
ഇങ്ങനെ നൽകുന്ന പട്ടയങ്ങളുടെ സുരക്ഷയും ഭൂമിയുടെ അവകാശവും ഉറപ്പാക്കുന്ന സർക്കാർ ഭൂരഹിതരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ് സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുന്നത്. പ്രിയ കേരള കേരളത്തിലെ വകുപ്പുകളിൽ മാതൃവകുപ്പ് എന്ന് വിളിക്കപ്പെടുന്ന വകുപ്പാണ് റവന്യൂ വകുപ്പ്. കാരണം റവന്യൂ വകുപ്പിന് ജനങ്ങളുടെ ഭൂമിയുടെയും രേഖയുടെയും പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റു വകുപ്പുകൾ ആവശ്യപ്പെടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും സേവനങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് സേവന വകുപ്പായി മാതൃവകുപ്പായി റവന്യൂ വകുപ്പിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും അപേക്ഷകളുടെയും ചുമതലകളുടെയും ബാഹുല്യം കൊണ്ട് വളരെ വിപുലമായൊരു വകുപ്പാണ് റവന്യൂ വകുപ്പ് എന്നുള്ളത് കൊണ്ട് ആ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും വേഗതയിൽ നടപ്പിലാക്കാൻ, ഏറ്റവും സുതാര്യമായി നടപ്പിലാക്കാൻ, ജനപ്രിയമാക്കാൻ വില്ലേജ് തല ജനകീയ സമിതികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ജനങ്ങൾക്ക് കൂടി ഇടപെടാൻ കഴിയുന്നൊരു വകുപ്പായി മാറ്റാൻ നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. റവന്യൂ വകുപ്പിൽ നിന്ന് ജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സേവനങ്ങളുടെ സംക്ഷിപ്തമായ ചില ചിന്തകളാണ് നമ്മളിവിടെ പങ്കുവച്ചത്. ഈ റവന്യൂ വകുപ്പ് ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനും ആ കാര്യങ്ങൾ പൂർണ്ണമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ കേരളത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.